Hi, good morning. BBA Corporate Accounting important topics ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൊഡ്യൂൾ 1 ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് മൊഡ്യൂൾ 1. മൊഡ്യൂൾ 2 IFRS റിലേറ്റഡ് ആണ്. ദെൻ മൊഡ്യൂൾ 3 റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ്. മൊഡ്യൂൾ 4 വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ അക്കൗണ്ടിങ് റേഷ്യോസ്. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂള് വരുന്നത്. അതിൽ കൂടുതൽ എസ് എക്ക് ചാൻസ് ഉള്ള ഭാഗം പറയുകയാണെങ്കിൽ എസ് എയിൽ 3, 4, 5 മൊഡ്യൂളാണ് എസ് എക്ക് വരാറ്. അതിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാം. സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് P&L ആൻഡ് ബാലൻസ് ഷീറ്റ് ചോദിക്കാറുണ്ട്. അപ്പം നിർബന്ധമായിട്ടും അത് പഠിക്കാം. ദെൻ അടുത്തത് ഇതിൽ എസ് എ പ്രിപ്പയർ ചെയ്യാൻ 5th മൊഡ്യൂളിൽ ഒരു എസ് എ വരുന്നത് ഡിഫറെൻറ്റ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ടേൺ ഓവർ റേഷ്യോ, കറണ്ട് റേഷ്യോ, അങ്ങനെയുള്ള റേഷ്യോസ് ഉണ്ടല്ലോ, അതിൻ്റെ കാൽക്കുലേഷൻ എസ് എ ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തെ മൊഡ്യൂളിൽ റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എസ് എ ആണ് കേട്ടോ. റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എസ് എ ആയിട്ട് ചോദിക്കാറുണ്ട്. അതും അതിൻ്റെ അലോട്ട്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഷെയർസ് എന്തോ കാര്യങ്ങൾ അലോട്ട് ചെയ്യുന്നത് വെച്ചാൽ അതും ചേർത്തിട്ടൊരു കമ്പൈൻഡ് ആയിട്ടുള്ള എസ് എ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം പഠിക്കണം. ദെൻ ഇവിടെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക, കൂടാതെ റേഷ്യോസ് പഠിക്കുക. ഇനി ഒന്നാമത്തെ മൊഡ്യൂള് നോക്കുകയാണെങ്കിൽ നമുക്ക് IFRS എന്താണ്, ഫെയർ വാല്യൂ, ക്യാഷ് ഇക്വലൻസ്. അത് ക്യാഷ് ഇക്വലൻസും ക്യാപിറ്റൽ റിസർവും ഞാനത് ഇപ്പുറത്തേക്ക് മാറിയതാണ്, മറ്റു മൊഡ്യൂളിലാണ് അത് എഴുതിയപ്പോൾ പോയതാണ്. ഏതായാലും ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. IFRS പഠിക്കണം ഷോർട്ടായിട്ട് എന്താണെന്ന്. അതായത് ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്സിൽ പഠിക്കുക. ദെൻ ഫെയർ വാല്യൂ, ക്യാഷ് ഇക്വലൻസ്, ക്യാപിറ്റൽ റിസർവ്, ലോങ് ടേം ബോറോയിങ്സ്, ഇങ്ങനെയുള്ള ഓരോ ടേമുകൾ പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താ പഠിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഷോർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. IFRS കൺവേർജൻസ് ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് IFRS, സ്കോപ്പ് ഓഫ് IFRS, ഇമ്പോർട്ടൻസ് ഓഫ് IFRS ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. IFRS കൺവേർജൻസ്. അപ്പോൾ ആ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു പോക്കോളൂ. IFRS എന്താണ്, IFRS കൺവേർജൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് IFRS, സ്കോപ്പ് ഓഫ് IFRS, നീഡ് ഓഫ് IFRS. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇതിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ 2 മാർക്സ് വരാറുണ്ട്, അതേപോലെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. IFRS പഠിക്കുക, IFRS കൺവേർജൻസ് പഠിക്കുക, ഇമ്പോർട്ടൻസ് ഓഫ് IFRS, സ്കോപ്പ് ഓഫ് IFRS, നീഡ്, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഷോർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. പാരഗ്രാഫിന് ചേർത്ത് പഠിച്ചോളൂ കേട്ടോ, കാരണം അത് 2 രീതിയിലും ചോദിക്കാം. കാരണം ഒബ്ജക്റ്റീവ്സ് നമുക്ക് പാരഗ്രാഫായിട്ട് ചോദിക്കാനുള്ളതുണ്ട്. പിന്നെ പഠിക്കേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്, പിന്നെ ഇങ്ങനെയുള്ള ടേംസുകൾ, നമ്മുടെ ക്യാഷ് ഇക്വലൻറ്റ്, ക്യാപിറ്റൽ റിസർവ്, ദെൻ ലോങ് ടേം ബോറോയിങ്സ്, അങ്ങനെയുള്ള ടേംസുകൾ ചോദിക്കും. പിന്നെ അടുത്ത മൊഡ്യൂളിൽ വരികയാണെങ്കിൽ, അപ്പോൾ അതിൽ തിയറി ഒന്നുമില്ല, ഫുള്ള് പ്രോബ്ലം ഇല്ല, തിയറിറ്റിക്കലായിട്ടുള്ള എസ് ഒന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. മേ ബി ഇനി ചോദിക്കുകയാണെങ്കിൽ ഈ IFRSുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു എസ്സേക്ക് ഉള്ളതുണ്ടായിരിക്കും. ദെൻ IFRS കൺവേർജ്ഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റ്, അപ്പോൾ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓരോ കാര്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഇൻവെൻട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ദെൻ ടാഞ്ചബിൾ അസറ്റ്സ്, ഇൻടാഞ്ചബിൾ അസറ്റ്സ്, ഇൻകം ടാക്സ്, അങ്ങനെ കുറേ ഹെഡിൽ ഉള്ളതുണ്ട്.
അപ്പോൾ അത് പഠിക്കുക. അതിലിപ്പോൾ ചോദിച്ച് കണ്ടിട്ടുള്ളതൊന്ന് ഇൻവെൻ്ററീസ് ചോദിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ട്, ഇൻവെൻ്ററി 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വാല്യുവേഷൻ ഓഫ് ഇൻവെൻ്ററി ഷോർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ദെൻ കണ്ടിജൻറ്റ് അസറ്റ് എന്താ ചോദിക്കുന്നുണ്ട്, നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താണ്, ഡെഫേർഡ് ടാക്സ്, കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്താണ്, ഡെഫേർഡ് അസറ്റ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റ് ടു ബോറോയിങ് കോസ്റ്റ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇന്നതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇൻവെൻ്ററി ആയിട്ട് ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ ലോങ് ടേം ബോറോയിങ്സുമായിട്ട് ഐറ്റംസ് ഇൻക്ലൂഡഡ് അണ്ടർ ലോങ് ടേം ബോറോയിങ്സ് ഒരു തവണ ഷോർട്ടായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഇൻകം ടാക്സ് അക്കോർഡിംഗ് ടു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12. ദെൻ അടുത്ത ജനറൽ റിസർവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള റിസർവ്, ലയബിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഠിച്ചു പോകാം. ഞാൻ ആ മുകളിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കൊടുത്ത ഇങ്ങോട്ടുള്ളതാണ്, ടൈപ്പ് ചെയ്തപ്പോൾ ഇതായിപ്പോയതാണ്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, വാല്യുവേഷനുമായിട്ട് ഇൻവെൻ്ററി വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ ഓരോ അതിൽ അണ്ടറിലുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് എന്താണെന്ന് നോക്കി പോവുക. കാരണം ഷോർട്ടായിട്ട് ചോദിക്കുമ്പോൾ 2 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അല്ലാതെ 2 മാർക്കാണ്, ചെറിയ മാർക്കാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കി കളയരുത്. സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് ഒന്നാമത്തേതും അതേപോലെ രണ്ടാമത്തെയും സെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആൻസർ ചെയ്തിരിക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, കണ്ടിജൻറ്റ് ലയബിലിറ്റീസ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ, ഡെഫേർഡ് ടാക്സ്, ദെൻ കണ്ടിജൻറ്റ് ലയബിലിറ്റി, ഡെഫേർഡ് അസറ്റ്, ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റിംഗ് ടു ബോറോയിങ് കോസ്റ്റ്. ഇതിൽ ഞാൻ പറഞ്ഞു ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓരോന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് പഠിച്ചോളൂ. ഇൻവെൻ്ററി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി മറ്റേത് ഇപ്പോൾ മാറി മാറി ചോദിക്കാറുണ്ട്, ബോറോയിങ് കോസ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇൻകം ടാക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ എക്സ്ട്രാ എന്തായാലും ഒരെണ്ണം കൂടി ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഓരോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ആ മൊഡ്യൂളിലുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതൊക്കെ റിലേറ്റഡ് ആണോ അത് മൊത്തം അങ്ങ് പഠിച്ചു പോവുക ഷോർട്ടായിട്ടുള്ളതിന്. ഓക്കെ. ദെൻ അടുത്തത് 2 സെൻറ്റൻസ് മതിയല്ലോ, 2 മാർക്കിന് 2 സെൻറ്റൻസ്. അപ്പോൾ അതെന്താണെന്നുള്ള രീതിയിലൊന്ന് പഠിച്ചു പോവുക. അത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അത് വരുന്നത്, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, അത്രയെങ്കിലും പഠിച്ചു പോവുക. ഇനി റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ്. റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസിൽ നമുക്ക് പ്രോബ്ലമൊക്കെ ചോദിക്കുന്ന ചാപ്റ്റേഴ്സാണ് എന്ത് പറയുന്നത്, റിഡംഷൻ ഓഫ് സെക്യൂരിറ്റീസ്. പ്രോബ്ലം ഒക്കെ ഇനി ചോദിക്കുന്നത് ഇനിയുള്ള ചാപ്റ്റേഴ്സാണ് ധാരാളമായിട്ട്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് ചോദിക്കും, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താ ചോദിക്കാറുണ്ട്, എക്സ് ഇൻട്രസ്റ്റ് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, ദെൻ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, റിഡംഷൻ ബൈ കൺവേർഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ബൈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ പ്രോബ്ലംസ്, റിഡംഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അത് പ്രിഫറൻസ് ഷെയർസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തും ആവാം, പ്രിഫറൻസ് ഷെയർസും ഡിബഞ്ചേഴ്സും ഇല്ലേ, രണ്ടും ആവാം. പിന്നെ അതേപോലെ വേറെ രീതിയിൽ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതാൻ മാത്രമായിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് റൈറ്റ് ജേർണൽ എൻട്രീസ് റിലേറ്റ് ടു റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാലോ, അതിൽ തന്നെ ഓരോ തരം മെത്തേഡ് ഉണ്ട് റെഡീം ചെയ്യാനായിട്ട്. അപ്പോൾ ആ മെത്തേഡുകളൊക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ അപ്പോൾ അതിൽ ജേർണൽ എൻട്രി അങ്ങനെ ജസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫിഗേഴ്സ് ഒന്നും ഇല്ലാതെ അങ്ങനെ ജേർണൽ എൻട്രി തരാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചോദിക്കും, എമൗണ്ടോ ഒക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. 2 രീതിയിൽ നമുക്ക് ചോദിക്കാം. എന്തായാലും ആ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും, പാരഗ്രാഫ് ക്വസ്റ്റ്യനിലും ഉണ്ടായിരിക്കും. പിന്നെ സാധ്യത ഉള്ളത് എവിടേക്കാണ്, എസ് എ ക്വസ്റ്റ്യനും സാധ്യതയുണ്ട്. ഓക്കെ. ഇനി അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിർബന്ധമായിട്ടുണ്ടായിരിക്കും. വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ളതാണ്, ട്രയൽ ബാലൻസ് തരും. അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്കറിയാലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മളത് തയ്യാറാക്കുന്നത്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം
ഇൻവെസ്റ്റിങ്ങും ക്യാഷ് ഫ്രം ഫൈനാൻസിങ്ങും. അതിൽ നമ്മളോട് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സ്ഥിരമായിട്ട് ഇത് ഉണ്ടാവാറുണ്ട്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ദി ക്യാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മൂന്നും പഠിച്ചു വെച്ചോളൂ. അത് ഒന്നിച്ച് നമുക്കൊരു എസ്സേ പ്രതീക്ഷിക്കാം. ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനാണ് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും. നിർബന്ധമായിട്ടും പഠിച്ചു പോക്കോളൂ, സ്ഥിരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്താണ്, ഗ്രോസ് മാർജിൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത്. മൊഡ്യൂൾ 5 വരുമ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസ് ധാരാളം പ്രോബ്ലം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ മിക്കവാറും റിഡംഷനായിട്ട് ബന്ധപ്പെട്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്വസ്റ്റ്യൻസാണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെയാണ് ധാരാളമായിട്ട് വരുന്നത്. ഇനി 5 അക്കൗണ്ടിങ് റേഷ്യോസിൽ അക്കൗണ്ടിങ് റേഷ്യോ എന്താ പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിക്കുക, അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഞാനിവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിക്കുക. അക്കൗണ്ടിങ് റേഷ്യോസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അഡ്വാൻറ്റേജസും പഠിച്ചു വയ്ക്കുക, ഒബ്ജക്റ്റീവ്സും പഠിച്ചു വയ്ക്കുക. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോസ് എന്താണെന്ന് പഠിക്കുക, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ. പിന്നെ ഓരോ റേഷ്യോസ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, സോൾവൻസി റേഷ്യോ ഉണ്ട്, ഓപ്പറേറ്റിംഗ് റേഷ്യോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റേഷ്യോ, കറണ്ട് അല്ലേ, ലിക്വിഡ് അതിൽ തന്നെ കറണ്ട് റേഷ്യോ എന്താണ്, ലിക്വിഡ് റേഷ്യോ എന്താണ്, അങ്ങനെ ഓരോ റേഷ്യോസും എന്താണെന്ന് 2 മാർക്കിനങ്ങ് പഠിച്ചു പോവുക. കേട്ടല്ലോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ചോദിച്ചിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. അതിന് ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, സ്റ്റോക്ക്, ഇങ്ങനെയുള്ളത് കാണാൻ പറയാം. അതായത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ഒക്കെ തന്നിട്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളോട് എന്ത് പറയും, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഒക്കെ കാണാൻ. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് 5 മാർക്സ് നേടിത്തരുന്ന ക്വസ്റ്റ്യനാണ്. കാരണം എളുപ്പമാണ്. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഇത് തമ്മിലുള്ള റിലേഷൻ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ പോർഷൻ കറണ്ട് അസറ്റ് എടുക്കുക, രണ്ടാമത്തെ പോർഷൻ കറണ്ട് ലയബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. മേ ബി കറണ്ട് ലയബിലിറ്റീൻ്റെ വില തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിൻ്റെ വില ഇത്രയാണെങ്കിൽ മേ ബി കറണ്ട് അസറ്റ് എത്രയായിരിക്കും, 1.5 അല്ലെങ്കിൽ 2.5. അപ്പോൾ ഒന്നിൻ്റെ വില നിങ്ങൾക്ക് കിട്ടിയാൽ 1.5 കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കിട്ടിയ വിലയെ ഇൻറ്റു 1.5 കൊണ്ട് ഗുണിക്കുക. എക്സാമ്പിൾ പറയാം കേട്ടോ, 1.5 കറണ്ട് അസറ്റിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2.5 ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൻ്റെ വില എത്രയാണോ കിട്ടിയത് അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് എല്ലാതും അതുകൊണ്ട് പറയാനുള്ള ഒരു ടൈം കിട്ടുമോയെന്നറിയില്ല. കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് ഇടേണ്ടത്. അപ്പോൾ കറണ്ട് അസറ്റ് എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് എന്താണ്, സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, വർക്കിംഗ് ക്യാപിറ്റൽ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടുണ്ടാവും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിന് അത്രയ്ക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണ്ട, ഒരുപാട് അങ്ങോട്ട് പഠിക്കണമെന്നില്ല. Then problems relating to calculation of different ratios and collection periods സ്ഥിരമായിട്ട് കാണുന്നതാണ്. ആവറേജ് കളക്ഷൻ പീരീഡ്, ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി കളക്ഷൻ പീരീഡ്, ഇതിൽ അങ്ങനെ കൺവേർഷൻ പീരീഡ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. ദെൻ പ്രോബ്ലംസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാം, ഒരു റേഷ്യോ ചോദിക്കും. അപ്പോൾ ഈ റേഷ്യോൻ്റെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മേലുള്ള ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അപ്പുറത്തുള്ള എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിക്കാറില്ല. ഓൾ ഓവർ ദി ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷേ 3ാമത്തെ ചാപ്റ്റർ മുതൽ പ്രോബ്ലംസ് ചോദിച്ചു തുടങ്ങും. ആദ്യ ചാപ്റ്റേഴ്സ് 2 മാർക്സ് ആൻഡ് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാറുണ്ട്. ഈ ചാപ്റ്റേഴ്സൊന്നും 3, 4, 5 കവർ ചെയ്യാറുണ്ട്. സോ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ, പഠിച്ചെടുക്കാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ടത് ഞാൻ പറഞ്ഞു. റേഷ്യോസ് നന്നായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ അത് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഈസിയാണ് ചെയ്ത് പഠിക്കാൻ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും ഒന്ന് പഠിച്ചു പോവുക. പിന്നെ ഇതേപോലെ ജേർണൽ എൻട്രീസ് എന്താണെന്ന് കാണാതെ പഠിക്കേണ്ടി വരും. കൂടാതെ ജേർണൽ എൻട്രീസ് ഒരു ക്വസ്റ്റ്യനൊക്കെ ചെയ്യാനുള്ളത് പഠിക്കുക.
സിങ്കിങ് ഫണ്ട് മെത്തേഡിലേറ്റ് ഉള്ള ഒരു സിങ്കിങ് ഫണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ദി സിങ്കിങ് ഫണ്ട് ആൻഡ് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിതിൽ എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല. സിങ്കിങ് ഫണ്ടിൻ്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉണ്ടല്ലോ, റെഡിമിഷൻ. അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക. അതൊരു എസ്സി ആയിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലുള്ളത്. നന്നായിട്ട് ഓരോ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി പ്രോബ്ലം ടഫാണെങ്കിലും ചില പ്രോബ്ലംസ് നമുക്ക് എളുപ്പമാണ്. കാരണം പ്രോബ്ലം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം പാസ്സാവണം പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തിയറി ഏതൊക്കെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തിയറി പഠിക്കുക. പ്ലസ് ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് തരുന്ന പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. പാസ് മാർക്ക് നേടേണ്ടവർ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യുക, നോക്കി നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.